അനന്തശായിയായ ശ്രീപത്മനാഭൻ യോഗനിദ്രാധീനനായ അനന്തപുരിയുടെ അധിദേവതാ ചരിത്രവും ഐതിഹ്യവും വേർപിരിയാനാവാതെ കെട്ടുപിടഞ്ഞു കിടക്കുന്ന ഒരു മഹാദേവാലയം. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ തന്നെ ഇതര വൈഷ്ണവ ദേവാലയങ്ങളിൽ നിന്നും തികച്ചും വിഭിന്നമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് ശ്രദ്ധേയമായ ആരാധനാ കേന്ദ്രം. അപ്പോൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത രണ്ടെണ്ണം. ഒന്ന് മഞ്ഞച്ചന്ദനമാണ്. ലോകത്തിൽ എവിടെ പോയാലും ഈ മഞ്ഞച്ചന്ദനം കണ്ട പത്മനാഭൻ്റെ ആണെന്ന് പറയുന്നത്. അതില്ല ഇന്നാണ്. പിന്നെ രണ്ടാമത് ഓണവില്ല. അത് തിരുവട്ടാർ ആദികേശവ പെരുമാളിന് ഓണവില്ലുണ്ട്. അത് ഈ രണ്ട് സ്ഥലത്ത് മാത്രമേ ഓണവില്ല. അത് പക്ഷേ വേറെ രീതിയിലാണ്, അവിടെയുള്ള വേറെ രീതിയിലാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് അമ്പലത്തിൻ്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രത്യക്ഷമായ ഒരു മുഖമുദ്ര എന്ന് വേണമെങ്കിൽ പറയാം. പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെടും മുമ്പ് മഹാബലി വിശ്വാകാരം പൂണ്ടു നിൽക്കുന്ന മഹാവിഷ്ണുവിനോട് ഒരാഗ്രഹം അറിയിച്ചത്രേ. ഈ വാമനാവതാരം പോലെ മുമ്പും ശേഷവും കൈക്കൊണ്ടിട്ടുള്ളതും കൈക്കൊള്ളാനിരിക്കുന്നതുമായ അവതാരങ്ങളെക്കുറിച്ച് വ്യക്തമാക്കണം എന്ന ആഗ്രഹം. ദേവേശ്വരായ ദേവായ ദേവസംഭൂതികാരിണേ. ആ അപേക്ഷ സ്വീകരിച്ച മഹാവിഷ്ണു ദേവശില്പിയായ വിശ്വകർമാവിനോട് ആ അവതാര രൂപങ്ങൾ വരച്ചു കാണിക്കാൻ ആവശ്യപ്പെട്ടത്രേ. അതിൻ പ്രകാരം വിശ്വകർമാവാണത്രേ ആദ്യമായി ഈ ഓണവില്ല് വിരചിച്ചത്. നമോ നമ വാമനായ നമോ നമ. ഐതിഹ്യം എന്തായാലും വിശ്വകർമ്മജരായ ചില കുടുംബക്കാരാണ് ഇന്നും ഓണവില്ലിന്റെ നിർമ്മാണവും സമർപ്പണവും നിർവഹിച്ചു പോരുന്നത്. വേറിട്ട ആ അനുഷ്ഠാന വിധികളിലൊന്നാണ് ഓണക്കാലത്ത് നടക്കുന്ന ഓണവില്ല് സമർപ്പണം. ഓണവില്ല സമർപ്പണമുണ്ട്. അത് ഒരു ആശാരി കുടുംബമാണ് കരമനയിലെ. അതൊരു വളരെ പുരാതനമായ ഒരു ഇതാണ്. അപ്പോൾ അതിൽ ഒരുപാട് കഥകളുണ്ട്. എന്തായാലും മഹാബലി പറഞ്ഞു എന്നാണ്. ഇത് മഹാബലിയിലേക്ക് ബന്ധപ്പെട്ട മഹാബലി സുതലത്തിലേക്ക് പോയപ്പോൾ മഹാബലി പറഞ്ഞു, എനിക്ക് അവിടുത്തെ അവതാരങ്ങളൊക്കെ എനിക്ക് ഇനി വരാൻ പോകുന്ന അവതാരങ്ങളും കിടക്കുന്നു, അതൊക്കെ എനിക്കിപ്പോൾ കാണാനായിട്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അതിപ്പോൾ എനിക്കിങ്ങനെ എപ്പോഴും വന്നത് കാണിക്കാനുള്ളൊരു സമയക്കുറവ് ഉണ്ട്, അതുകൊണ്ട് ഞാനത് ചിത്രരൂപേണ മഹാബലിക്ക് കാണിക്കാൻ. എന്നിട്ട് അങ്ങനെയാണ് ഇതൊരു തടി കൊണ്ടുവന്ന് ഒരു കുടുംബത്തെ നിങ്ങൾ ദശാവതാരം വരച്ച് അനന്തശയനം വരച്ച് കാണിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവർ ഈ ഓണവില്ലിൻ്റെ ആളുകൾ പറയുന്നത്. അങ്ങനെയാണ് അവർ തുടങ്ങുന്നത്. അപ്പോൾ അവരത് ഉണ്ടാക്കി ഘോഷമായിട്ട് ഒരു ഘോഷത്തോടു കൂടി കൊണ്ടുവന്ന് അവിടെ കൊണ്ട് സമർപ്പിക്കും. അതിൻ്റെ ചുമന്ന കുഞ്ചലങ്ങൾ ഒക്കെ കെട്ടി ശരിയാക്കി കൊണ്ടുവന്ന് അത് നമ്പി അകത്തേക്ക് ശ്രീകോവിലിൽ അത് കൊണ്ടുവന്ന് ചാർത്തുകയാണ്. എന്നിട്ട് ചതയത്തിൻ്റെ അന്നാണ് പിന്നെ അത് തിരിച്ചെടുക്കുന്നത്. ഇതൊരു കച്ചവട വിപണിയിലുള്ളൊരു കച്ചവട വസ്തു അല്ലെങ്കിൽ പണമുണ്ടാക്കുന്ന ലാഭനഷ്ടത്തിലുള്ളൊരു വസ്തുവല്ല ഓണവില്ല്. വളരെ പരിഭാവനമായിട്ടുള്ള ഒരു ചടങ്ങ് ആയിരുന്നു. ഇപ്പോഴും ആ സമർപ്പണം ഉണ്ട്. ഈ അനുഷ്ഠാനത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഒരു കുടുംബത്തിന്റെ പ്രതിബദ്ധമായ സമർപ്പണമുണ്ട്. പള്ളിവില്ല് സംബന്ധിച്ച വിശ്വാസങ്ങൾ ദേവലോകത്തോളം ചെന്നെത്തുന്നു. കടമ്പ് വൃക്ഷം വിഷ്ണുപ്രിയകരമാണെന്നത് പുരാണ പ്രസിദ്ധമാണ്. അതുപോലെ ഒരു പ്രാധാന്യമുണ്ട് മഹാഗണിക്കും. ഈ സവിശേഷതകൾ മുൻനിർത്തിയായിരിക്കണം ഓണവില്ല് നിർമ്മാണത്തിന് കടമ്പ് വൃക്ഷത്തിൻ്റെയും മഹാഗണിയുടെയും തടികൾ ഉപയോഗിക്കുന്നത്. പൂജാനുഷ്ഠാനങ്ങളോടെയാണ് മരങ്ങൾ മുറിച്ചെടുക്കുന്നത്. ഓണവില്ല് നിർമ്മിക്കുന്ന പലകയുടെ കാര്യത്തിലും കൃത്യമായ അളവുകൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. ശ്രീപത്മനാഭസ്വാമിയുടെ ചിത്രം വരയ്ക്കുന്നതിന് 4.5 അടി നീളവും 6 ഇഞ്ച് വീതിയും 3/4 ഇഞ്ച് കനവുമുള്ള പലകയാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഓരോ വില്ലിനും ഓരോ അളവാണ്. കൈ തൊഴുന്നേ ഞാൻ അനുപമ സുന്ദര നാഭിയിൽ വിടരും. വെള്ള, ചുവപ്പ്, കറുപ്പ്, മഞ്ഞ, പച്ച എന്നീ വർണ്ണങ്ങളാണ് ഓണവില്ലിൻ്റെ നിർമ്മാണത്തിന് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഈ വർണ്ണങ്ങളാകട്ടെ
പ്രകൃതിയിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കുന്നതാണ്. ഇതിൽ ഓരോ വർണ്ണവും ഓരോ ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ചിത്രരചന നടത്തുന്ന ഓരോരുത്തരും തികഞ്ഞ വ്രതനിഷ്ഠയോടെയാണ് ആ കർമ്മത്തിലേർപ്പെടുന്നത്. ചിങ്ങത്തിരുവോണ നാളിലാണ് ഓണവില്ലുകൾ ശ്രീപത്മനാഭന് സമർപ്പിക്കുന്നത്. ഉത്രാട ദിനത്തിൽ തന്നെ വില്ലുകൾ ഒരുങ്ങിയിട്ടുണ്ടാവും. അന്നത് വില്ല് നിർമ്മിക്കുന്നവരുടെ കുടുംബ പരദേവതാ സ്ഥാനത്ത് പൂജിച്ചു വയ്ക്കുന്നു. തിരുവോണനാൾ പുലർച്ചയ്ക്ക് തന്നെ പുറപ്പാടിനുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നു. ആദ്യം പൂർവികരെ സ്മരിച്ച് ആദരിക്കുന്നു. അനന്തരം ദക്ഷിണയും വസ്ത്രവും നൽകി ഓണവില്ലുമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു. തിരുവനന്തപുരത്ത് കരമനയിൽ വാണിയാമൂല മേലാർന്നൂർ വിളയിൽ വീട്ടുകാർക്കാണ് പള്ളിവില്ല് നിർമ്മിച്ച് ചിത്രലേഖനം നടത്തി ഭഗവാന് സമർപ്പിക്കാൻ അവകാശമുള്ളത്. രാജഭരണകാലത്ത് കൽപ്പിച്ചു നൽകപ്പെട്ട ഈ അവകാശം വലിയൊരു ബഹുമതിയായി ആ കുടുംബം ഇന്നും കയ്യേൽക്കുന്നു. വില്ലുകൾ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെത്തുമ്പോൾ പഞ്ചവാദ്യവും പാണിവിളക്കുമായി ക്ഷേത്രാധികാരികൾ സ്വീകരിക്കാനെത്തുന്നു. തിരുവോണനാളിൽ ചാർത്തുന്ന ഈ വില്ലുകൾ 3 ദിവസത്തേക്കാണ് വിഗ്രഹത്തിൽ സൂക്ഷിക്കുന്നത്. അനന്തരം ചതയം നാളിൽ നീക്കം ചെയ്യുന്ന വില്ലുകൾ രാജകൊട്ടാരത്തിൽ സൂക്ഷിക്കുന്നു. നൂറ്റാണ്ടുകളായി ആചരിച്ചു വരുന്ന ഒരു അനുഷ്ഠാനമാണ്. സ്വേച്ഛാധികാരത്തിൻ്റെയും രാജാപ്രത്യക്ഷ ദൈവതം എന്ന വിശ്വാസത്തിൻ്റെയും ഒരു കാലം. ആ കാലത്ത് രൂപം കൊണ്ട ആചാരം അഥവാ ദേവാർപ്പണം. അന്നിത് ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും രാജപ്രീതിക്കായുള്ള ആഗ്രഹത്തിൻ്റെയും ഒരു പ്രകടനമായിരുന്നു. കാലം മാറി. അധികാരസ്ഥാനങ്ങളിലും ഭക്തിവിശ്വാസങ്ങളുടെ ആന്തരഭാവത്തിലും വ്യതിയാനമുണ്ടായി. രാജാവ് ഏതോ പൂർവകാല സത്യം മാത്രമായി. ഈ പരിവർത്തനങ്ങളിലും വിശ്വാസത്തിൻ്റെ ഭാഗധേയം മുറുകെ പിടിച്ച ചില കുടുംബങ്ങൾ. ഓണവില്ലിന് നിറം പിടിപ്പിക്കുന്നത് അവരാണ്. ഭൂതകാലവും അതിലെ ആചാരാനുഷ്ഠാനങ്ങളും ചിതകളിലെറിയണം, കത്തിക്കണം എന്ന ആഹ്വാനം നടത്തുന്ന ഒരു വിഭാഗം. ഭൂതകാലം സഞ്ചിത സംസ്കാരമാണ്, അത് പരിപോഷിപ്പിക്കണം, കെടാതെ സ്മൃതികളിൽ സൂക്ഷിക്കണം എന്നു പറയുന്ന മറ്റൊരു വിഭാഗം. ഇരു കൂട്ടർക്കും അവരവരുടേതായ വാദമുഖങ്ങളുണ്ട്. ഈ വാദമുഖങ്ങളെല്ലാം മുൻവിധിയില്ലാതെ പരിശോധിക്കുമ്പോഴും നമുക്ക് തെളിയുന്ന, വെളിവാകുന്ന ഒരു സത്യമുണ്ട്. ഭൂതകാലമില്ലെങ്കിൽ വർത്തമാനമില്ല, ഭാവിയില്ല. അതുകൊണ്ട് തന്നെ ഭൂതകാലം അനിവാര്യമായ സത്യമാണെന്ന ബോധം നിലനിർത്തണം. ഭൂതകാലത്തിൻ്റെ ചരിത്രശേഖരങ്ങളിലേക്ക് എല്ലാം മുതൽക്കൂട്ടാം. അക്കൂട്ടത്തിലിതാ ഈ പള്ളിവില്ല്, ശ്രീപത്മനാഭന് സമർപ്പിക്കുന്ന സ്നേഹവില്ല്. താമര പോലെ നവസുപ്രഭാതം.